ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. ഒരു ഈസി ആയിട്ടുള്ള ഒരെണ്ണേ. അതിന് നമുക്ക് ആവശ്യത്തിന് നൂല് വേണം. നമുക്ക് ഇഷ്ടമുള്ള നൂലൊക്കെ എടുക്കാം. ഇതൊക്കെ 5 രൂപയുടെ നൂലാണ്. മറ്റേ ആ മൾട്ടി കളറിന് 15 രൂപയൊക്കെ ആവും. അപ്പോൾ ഈ നൂലൊന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാരണ തയ്ക്കുന്ന നൂലായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇച്ചിരി ഭംഗിക്ക് ഇത് വേണം. പിന്നെ ഒരു പെൻസിൽ വേണം. പിന്നെ ആ റിങ് പോലത്തെ അതില്ലേ, ആ ഫ്രെയിം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്താൽ ശരിയാകുമേ. ഇപ്പോൾ ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, ഹാൻഡ് എംബ്രോയ്ഡറി ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുക എന്ന് ബോറടിക്കുകയും ഇതുണ്ടോ, അതിൻ്റെ കഴുത്തേ ചെയ്തിട്ടുണ്ട്. ബോറടിക്കാതെയൊക്കെ ഇരിക്കാം, ഫ്രീ ആകാം, റിലാക്സ് ചെയ്യാം. ചുരിദാർ നമ്മൾ മേടിക്കുന്ന ചുരിദാറാണെങ്കിലും അതേപോലെ ഇങ്ങനെ പ്ലെയിൻ സാരിയിലോ ഡ്രസ്സേലൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കത്തില്ല റെഡിമെയ്ഡ്. അതേലാണെങ്കിലും നമുക്കിങ്ങനെ തന്നെ ചെയ്ത് വയ്ക്കാം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു നേരം പോക്കും ടെൻഷനൊക്കെ അടിക്കാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇത്. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബീഡ്സ് കുത്തി കൊടുത്തേക്കുന്ന ഞാനത് ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്നേ. ഇത് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നമ്മൾ ചുമ്മാ ബീഡ്സ് തന്നെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആഡ് ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ നല്ല രസമായിട്ടിരിക്കും ഇത് ഒരുപാട് നാൾ മുന്നേ ചെയ്തതാണേ. ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പം എന്നാൽ ഇതുപോലെ ഒരെണ്ണം കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. ഇപ്പം ഞാനൊരു സാധാരണ എനിക്കിതിന് ഇപ്പം ചിലവുകളൊന്നും ഇല്ല. നൂല് മാത്രം മേടിച്ചുള്ളൂ ഈ ഇടയ്ക്ക് കാണിക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നൊരു വൈറ്റ് ഇച്ചിരി കട്ടിയുള്ള തുണിയാണ്, പാൻസിൻ്റെ വൈറ്റ് തുണിയാണേ, അതേലെ കാണിച്ചിരുന്നത്. അതിന് നമ്മൾ ആദ്യമേ ആ പെൻസിലും കൊണ്ട് ഒരു ത്രികോണം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ തുടക്കമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഊഹം വെച്ചങ്ങ് ചെയ്താൽ മതി. ത്രികോണമില്ലേ, 3 വശമുള്ളൊരു ത്രികോണം വരച്ചു കൊടുക്കണം. ഇപ്പം ശരിക്കും കാണത്തില്ലെന്ന് തോന്നുന്നല്ലേ. ഞാനിത് ചെയ്ത് വെച്ചിട്ട് പിന്നെ വോയിസ് കൊടുക്കുന്നത്. എന്നാലും നമ്മൾ അറിയാമല്ലോ ത്രികോണം വരയ്ക്കുന്ന വിധം. അതുപോലെ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലോ. ഇപ്പം അവനവൻ്റെ ഉചിതമായുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. ചെറുതായിട്ട് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ട് ചെയ്യും. ഒത്തിരി വലുതായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തൊക്കെ അലക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാഷ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ നൂലങ്ങോട്ട് കട്ട പിടിച്ച് വരുവേ, എല്ലാം കൂടെ ചെറുതായിട്ട് ഇതുപോലെ ഒരുപാട്. ഇതിപ്പോൾ ഞാൻ ഒരു 4 വർഷം മുന്നത്തെ ചുരിദാറായത്. ദൂരെ ഇടുകയോ അലക്കുകയും ചെയ്തതെന്നറിയാമോ. ഞാൻ ഈ വാഷിംഗ് മെഷീനിലിട്ട് അലക്കൊക്കെ. എന്നിട്ട് നമ്മൾ ആ വരച്ച ത്രികോണത്തെ ആ വീതിയുള്ള ഭാഗത്തു നിന്ന് ഇതിന് ലാസ്റ്റ് ഇനി ഞാനിത് നല്ലപോലെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് കാണത്തില്ല എന്ന്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. എന്നിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളിത് കണ്ടു നോക്ക്. എന്നിട്ട് നമ്മൾ ചുമ്മാ ഈസി ആയിട്ടാണ് ഈ സൈഡ് ആ ത്രികോണത്തിൻ്റെ ആ സൈഡ് മുതൽ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലോട്ട് ഇങ്ങനെ ചുമ്മാ വെറുതെ സൂചി നൂലും കൂടെ ഇങ്ങനെ ഏടി കൊടുത്താൽ മതി. പക്ഷേ ആ ത്രികോണത്തിൻ്റെ കൂർത്തിരിക്കുന്ന ഭാഗമില്ലേ, അവിടം വരെ അത് ചെയ്യണ്ട. അവിടം വരെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു ഭംഗിയൊന്നും കാണുകയില്ലേ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പം കണ്ടോ, ഈ സൈഡിൽ നിന്ന് വെറുതെ ആ ത്രികോണം ആ അടിയിലെ ആ വീതിയുള്ള ഭാഗത്തു നിന്ന് ഇങ്ങേ വശത്തോട്ട് സൂചി കുത്തുക, നൂല് വലിച്ച് ഇങ്ങേ വശത്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടുന്ന് സൂചി കുത്തി താഴ്ത്തുക, വീണ്ടും അതിനെ അടിയിൽക്കൂടെ കൊണ്ടുവന്ന് വീണ്ടും സൂചി കുത്തി ഇങ്ങേ അറ്റത്തോട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ആ വരച്ച ത്രികോണത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് വയ്ക്കണം. കണ്ടോ, ഇത് ഞാൻ വലുതായിട്ട് കാണിക്കുന്നുണ്ടേ. 3/4 ഭാഗത്തോളം. ഇപ്പം ഞാൻ ഈ ചെയ്ത വർക്കിൻ്റെ ആ രീതി കാണിച്ചു തന്നാൽ ഈ ക്യാമറയ്ക്ക് ഇത് കാണത്തില്ല. വേറൊരു നൂലിട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് 5 രൂപയൊക്കെ ഉള്ളന്നേ ഈ നൂലൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ 4 എണ്ണമാണ് ചെയ്തേക്കുന്നത്. 4 പ്രാവശ്യം ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 8 പ്രാവശ്യം. എന്നിട്ട് ആ 4 പ്രാവശ്യത്തെ എൻ്റെ അതിലൂടെ സൂചി അടിയിൽ നിന്ന് മേലോട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ട് പിന്നെ ആ ചിത്രശലഭത്തിൻ്റെ ഒരു ബോഡി ഉണ്ടല്ലോ, ഒരു വണ്ണമുള്ള ഭാഗം, അതുണ്ടാക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വെറുതെ സൂചി കുത്താതെ സൂചിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരണം, ബാക്ക് ഭാഗം കൊണ്ട്. എന്നിട്ട് പിന്നെ ചിത്രശലഭത്തിന് കൊമ്പുണ്ടല്ലോ, അപ്പം ആ ബോഡിയായിട്ട് ചെയ്തേക്കുന്ന ഭാഗത്തിൻ്റെ അവിടുന്ന് അടിയിൽ നിന്ന് ഇപ്പം നമ്മൾ അതേ ചേർന്നിരിക്കാൻ വേണ്ടി അതിൻ്റെ അടിഭാഗത്തു നിന്ന് നല്ലപോലെ ഉള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അടിഭാഗത്തു നിന്ന് കുത്തി മേലെ കൊണ്ടുവന്നിട്ട് എത്ര നീട്ടമുള്ള കൊമ്പാണോ വേണ്ടുന്നത് അവിടെ കൊണ്ടുവന്ന് നമ്മളതിനെ കുത്തി താഴോട്ട് തന്നെ ഇറക്കിയേക്കണം. ഒരു പ്രാവശ്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് ഒത്തിരി പേർക്കും അറിയാമായിരിക്കും. ഒറ്റ പ്രാവശ്യം ചെയ്യാനുള്ള പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ്. എന്നിട്ട് ഇപ്പോൾ അത് താഴോട്ട് ഇറക്കിയല്ലോ, അപ്പോൾ ആ കൊമ്പിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ചുറ്റി ഒരു സാധനമില്ലേ ചിത്രശലഭത്തിന്, അത് വരാൻ വേണ്ടി വെച്ചിട്ട് അതേന്ന് തന്നെ ആ ഹോളിനോട് അടുത്തൊരു തിരിച്ച് കയറ്റണം ആ സൂചി.
എന്നിട്ട് അവിടുന്ന് ഒരു ഇച്ചിരി സ്പേസ് കുത്തിയെടുത്തേച്ച് ആ സൂചിയുടെ തുമ്പയിൽ ഒരു പ്രാവശ്യം കെട്ടിടുന്ന പോലെ അതിന് ഒരു ഒറ്റക്കിനോട്ട് അത്ര പറ്റുള്ളൂ, ഒറ്റ പ്രാവശ്യം. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വലിയ ചിത്രശലഭമാണെങ്കിൽ 2-3 പ്രാവശ്യം പുള്ളിയും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി അങ്ങോട്ട് ഇറക്കി കഴിയുമ്പം അവിടെ ഒരു കൊമ്പ് പോലെയാവും. ഇത് കുറേ എണ്ണം ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ നിന്ന് ആ ബോഡി പാർട്ട് പോലെ ചെയ്തേക്കുന്നതിൻ്റെ ഇത് ചിറകാണല്ലോ ബാക്കി, അതിൻ്റെ അടിയിൽ നിന്ന് വേണം കുത്തി കയറ്റിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ കൊമ്പ് വേറെ സ്ഥലത്തും ബോഡി വേറെ സ്ഥലത്തും ഇരിക്കും. അതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തു നിന്ന് കാണാത്ത പോലെ. എന്നിട്ട് എത്ര നീളമുള്ള കൊമ്പാണോ വേണ്ടുന്നത് അത്രയും നീളത്തിൽ, അപ്പോൾ ആ ബോഡിക്ക് ചേരുന്ന അറിയാമല്ലോ, അപ്പോൾ ചിത്രശലഭത്തിന് ചേരുന്ന അറിയാമല്ലോ. അപ്പോൾ അവിടുന്ന് കുത്തി മേലോട്ട് കയറ്റി എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കുത്തി വീണ്ടും ഒരു ഇച്ചിരി സ്പേസ് എടുത്ത് വീണ്ടും കുത്തി വെച്ച് അതൊരൊറ്റ നോട്ടിട്ട് ഇപ്പോൾ നല്ല ഒന്നാന്തരം ചിത്രശലഭമായിട്ടുണ്ട്. ചിത്രശലഭം എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുമോ, ബട്ടർഫ്ലൈ എന്നൊക്കെയാണ് പറയണ്ടേ അല്ലേ. ഞാനിപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും മലയാളികളാണ്, പരമാവധി മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ച് പറയുന്നത്. പിള്ളേരാണേലും പറയാം, കുഞ്ഞു കാര്യങ്ങൾ വരെ കണ്ടോ നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. ഇതുപോലെ കുറേ എണ്ണമായി കഴിയുമ്പോഴത്തേനും നല്ല, ഇനി അടിയിൽ നിന്ന് ഇത് കെട്ടിയിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുകയല്ലാത്ത പോലെ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു ചെറിയ കെട്ട് പോലെ ഇട്ട് കൊടുത്താൽ മതി, പുറത്തുനിന്ന് കാണുകയല്ലാത്ത പോലെ. അപ്പോൾ നമ്മളെന്നാലും ഉടുപ്പിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിഭാഗമല്ലല്ലോ, പുറം ഭാഗമല്ലേ കാണുന്നത്. മിക്കവാറും ചുരിദാറെന്നൊക്കെ പറയുമ്പോഴും ബ്ലൗസ് അതിന് ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് കൂട്ടി തയ്ച്ച് വെച്ചാൽ ലൈനിങ് വിട്ടേച്ചാൽ തയ്ക്കാവുള്ളൂ. ലൈനിങ് കൂട്ടി തയ്ച്ച് വയ്ക്കുമ്പോഴത്തേനും ലൈനിങ് വലിഞ്ഞിരിക്കുവേ. എൻ്റെ ഡ്രസ്സെല്ലാം തന്നെ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചെയ്യും. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ഇവിടെ വന്നിട്ട് തയ്യൽ ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിക്കുമായിരുന്നേ എൻ്റെ വീട്ടിൽ വെച്ച്. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഓരോന്ന് പഠിക്കാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പ് എടുക്കും. ഇത് വലുതായിട്ട് കാണിക്കുന്നതാണേ. ഇതുപോലെ കണ്ടോ, വീപ്പം കാണാമല്ലോ, വലിയൊരു ത്രികോണം വരച്ചു. എന്നിട്ട് അതിൻ്റെ വീതിയുള്ള ഭാഗത്തു നിന്ന് സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഏടി കൊടുത്ത്, ഇപ്പോൾ കറണ്ട് പോയതാണേ. എന്നിട്ട് കണ്ടോ, വെറുതെ ഒരു ജോലിയില്ല അതിൻ്റെ അകത്ത്, വെറുതെ അങ്ങോട്ട് സൂചി കുറക്കുക, ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിപ്പോൾ വലിപ്പത്തിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും, ആ വരേന്ന് ഈ വരയിലോട്ട് ത്രികോണം എന്ന് പറയുന്നത് കണ്ടോ, ഒരു പിരമിഡ് പോലെ അത് ഫില്ല് ചെയ്തു ഞാൻ. ഇതിപ്പം 12 എണ്ണം ഉണ്ട്. അപ്പോൾ 6ാമത്തെ ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒത്ത നടുക്കുമെന്ന്. അപ്പോൾ ഇത് കറക്റ്റ് 12 എണ്ണമായി. അപ്പോൾ അടിയിൽ നിന്ന് കുത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം വൃത്തികരമായിട്ടിരിക്കുവേ. എണ്ണി കാണിക്കാവേ, കറക്റ്റ് 12 എണ്ണം ഉണ്ട് അത്. എന്നിട്ട് അതിൻ്റെ നടുക്കൂന്ന് കുത്തി ഇതുപോലെ നമ്മൾ ബോഡി പാർട്ടൊക്കെ ആക്കി എടുക്കണം അതിന്. ഇപ്പോൾ വെറുതെ ഒരു പിരമിഡ് മാത്രമല്ലേ ഉള്ളൂ, കണ്ടോ, അത് കറക്റ്റ് 12 എണ്ണം ഉണ്ട്. എന്നിട്ട് അതിനെ എത്ര ഒരുപാട് ബോഡി ആക്കണ്ട, നമുക്കൊരു ചിത്രശലഭത്തിന് ചിറകല്ലേ കൂടുതലുള്ളത്, അപ്പോൾ അതുപോലെ ആക്കി എടുത്താൽ മതി. ഇത് എന്നാ സ്റ്റിച്ചാണെന്നൊന്നും അറിയാൻ മേല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രീതികളൊന്നും അറിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും, അന്നേരം പിന്നെ അതിൻ്റെ ഐഡിയ ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അവിടെ അത് നടുക്കുമെന്ന് കുത്തിയെടുത്തിട്ട് ആ നീഡിലിൻ്റെ അടിഭാഗത്തു നിന്നാണ് കുത്തിയെടുക്കാവുള്ളേ, അല്ലെങ്കിൽ അതേ കുത്തിക്കയറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ബോഡി ഉണ്ടാക്കുക, അത് തുണിയെ കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അവിടെ ടൈറ്റാക്കി കൊടുക്കുക. കണ്ടോ, ടൈറ്റ് ആകുമ്പോൾ ഇപ്പം തന്നെ അതൊരു ബട്ടർഫ്ലൈ ആയി അല്ലേ. എന്നിട്ട് അത് ഇങ്ങനെ മേലെ കയറ്റി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്തെങ്കിൽ, ഇതിന് ഇച്ചിരി വലിപ്പം ഉണ്ടല്ലോ, 3-4 പ്രാവശ്യമൊക്കെ ചെയ്തെങ്കിൽ അതിന് നല്ല ക്യൂട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഓരോന്ന് പറയുമല്ലേ, നല്ലപോലെ നീറ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നന്നായിട്ടിരിക്കുവേ. എന്നിട്ട് അതിൻ്റെ നടുക്കൂന്ന് കുത്തി ആ അടിഭാഗത്തോട്ട് എടുക്കണം, ആ ഭാഗം. അപ്പോൾ ഒരു ഇതും കൂടെ വന്നു, ഇച്ചിരി കൂടെ വിടുത്ത് വന്നു ഇവിടെ, കണ്ടോ, ആ ബോഡി ഇച്ചിരി കൂടെ ആയി. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഈ കൊമ്പ് സെപ്പറേറ്റ് ആകാതിരിക്കാൻ വേണ്ടി അകത്തുനിന്ന് ചെരിച്ച് വേണം അതിൻ്റെ ആ സൂചി കയറ്റിക്കൊണ്ട് വരാനായിട്ട്. കണ്ടോ, അമ്മമാർക്കൊക്കെ പിള്ളേരുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് ചുമ്മാ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ കാണുമല്ലോ, വല്യമ്മമാരും. എന്നിട്ട് എത്ര ദൂരം വേണോ അത്രയും ദൂരത്തിൽ ആ സൂചി ഇറക്കി, കണ്ടോ. അപ്പോൾ ഒരു കൊമ്പാണ് ഇതേ അതിൻ്റെ. എന്നിട്ട് അതിനോട് ചേർന്ന് അതേ ഉദാരത്തേക്ക് എടുക്കുന്നത്, അപ്പോൾ ഊരിപ്പോരും. അതിനോട് ചേർന്ന് ആ നൂല് തിരിച്ചെടുക്കണം. എന്നിട്ടൊരു ചെറിയ സ്പേസ് കുത്തിയെടുത്തേച്ച് അതിലോട്ട് ഈ സൂചി കെട്ടിടുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ ബുള്ളിനോട്ട് പോലെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരൊറ്റ ചുറ്റിയാൽ മതി. അപ്പം വലിയ ചിത്രശലഭമൊക്കെയാണ് ഇതിനെ ഒത്തിരി തിക്കായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചേച്ച് വലിച്ചാലും അതിങ്ങ് പോന്നോളുവേ. പിന്നെ കുറേ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പം കണ്ടോ
എന്നിട്ട് അത് കുത്തി ഇങ്ങടെ താഴോട്ടും കൂടെ ഇറക്കുമ്പോൾ അവിടെ ഇച്ചിരി കൂടെ തിക്കാവുമല്ലോ, അതിൻ്റെ വലിപ്പം ഉള്ളൂ അതിന്. അങ്ങനെ കുറേ എണ്ണം അങ്ങോട്ട് ഒരേ ഡയറക്ഷനിലൊക്കെ അങ്ങ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല രസമാണ്, കൂട്ടത്തോടെ പറന്ന് വരുന്ന പോലെ ഇരിക്കും. ഞങ്ങളുടെ നന്ദുകുട്ടൻ വന്നതിന് ബട്ടർഫ്ലൈ കാർഡുള്ള ചുരിദാർ ഇട്ടാൽ മതി എന്നൊക്കെ നന്ദു പറയും. ഉണ്ടോ അതിൻ്റെ അടിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരണം. എന്നിട്ട് അതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി വെച്ച് വീണ്ടും നമുക്ക് 2 കൊമ്പുണ്ടല്ലോ, അപ്പോൾ അതിനോട് ഏകദേശം ഒരു അകത്തി അതേ ഹൈറ്റിൽ തന്നെയായിട്ട് കൊടുക്കണം. കുത്തി ഇറക്കി അവിടെ ഇതുപോലെ തന്നെ ചെയ്യണം. അതിൻ്റെ ചോട്ടിൽ നിന്ന് വീണ്ടും തിരിച്ചൊന്നുകൂടെ കയറ്റി എന്നിട്ടൊരു കുഞ്ഞ് സ്പേസാണ് കുത്തിയെടുക്കുക. അവൾ ഒത്തിരി വലുപ്പത്തിൽ എടുക്കരുതേ, കുഞ്ഞ് സ്പേസ്. ഇത് മൾട്ടീന്ന് കളറാണ് കേട്ടോ, ഇതിന് 15 രൂപയാവും, മറ്റേതിന് 5 രൂപ. കളറൊന്നും പോകത്തൊന്നുമില്ലേ, ഏത് വശത്തോട്ട് വേണേൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ, ഒറ്റ പ്രാവശ്യം കൂടെ എടുത്താൽ മതി. ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, വെറുതെ ഇരിക്കുന്നവരോ. സാധാരണ നൂലുകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് സെപ്പറേറ്റ് ആയി പോവേ. ഇതിനാണെങ്കിൽ വലിയ വിലയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ടൗണിലൊക്കെ ഇറങ്ങുമ്പം ഏതെങ്കിലും ലേഡി സ്റ്റോറിൽ കയറി മേടിക്കുക. ഇപ്പോൾ ഈ ഫ്രെയിമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആ ചുരിദാറേ ചെയ്തെല്ലാം ഫ്രെയിമില്ലാതെ ചെയ്തത്. ഇനി കണ്ടോ നല്ല രസമുണ്ട് ഇത്. അതുപോലെ കുറേ എണ്ണമാകുമ്പോൾ നല്ല രസമാണ്. ഇനി അതിൻ്റെ ആ അകത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ബീഡ്സോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്താലും മതി. ബീഡ്സും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നല്ല രസമായിട്ടിരിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ബോറടിയൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ ചിലപ്പോൾ ഉറക്കം വരാതിരിക്കും, അന്നേരം എല്ലാം ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയെല്ലാം ഓരോന്നിരുന്ന് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചതാണ് നൂലെല്ലാം കൂടെ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഓർക്കത്തില്ല, ഇതേലും ശ്രദ്ധ ചെയ്യും. പിന്നെ നമ്മളിതെല്ലാം കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. കണ്ടോ ഇതാ ഞാൻ ഇതൊരു 4 വർഷമൊന്നും അല്ല, അതിന് മേലെ ആയതാ, 5 അല്ല അതിനും മേലെ ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്, ഇത് ചെയ്തിട്ട്. ഒത്തിരി അലക്കിയതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും കാണാം. ആഴ്ച ഒരിക്കലൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കാമെന്നൊക്കെ ഓർത്തായിരിക്കുന്നത്, എന്നും കുക്കിങ്ങും അതും ഇതുമൊക്കെ ആക്കാതെ. അപ്പോൾ ശരി, നാളെ കാണാവേ, ബൈ.